നിഷധ രാജാവായ വീരസേനന്റെ പുത്രൻ നളന്റെയും വിദർഭ രാജാവായ ഭീമരാജാവിന്റെ പുത്രി ദമയന്തിയുടെയും കഥയാണ് നളചരിതം. നളനും ദമയന്തിയും കച്ചവട സംഘങ്ങളിൽ നിന്നും മറ്റും നളന്റെ ഗുണഗണങ്ങൾ ദമയന്തിയും ദമയന്തിയുടെ ഗുണഗണങ്ങൾ നളനും കേട്ടറിഞ്ഞ് പരസ്പരം അനുരാഗബദ്ധരായി തീർന്നു. ഒരിക്കൽ ഉദ്യാനത്തിൽ കൂടി ഉലാത്തിക്കൊണ്ടിരുന്ന നളന്റെ സമീപം എത്തിയ സ്വർണവർണ്ണമുള്ള ഒരു അരയന്നത്തെ നളൻ കൈക്കലാക്കി. തന്നെ വിട്ടയച്ചാൽ വിദർഭയിലെത്തി ദമയന്തിയോട് നളന്റെ ഗുണഗണങ്ങൾ പറയാമെന്ന് ഹംസം പറഞ്ഞു. നളൻ ഹംസത്തെ മോചിപ്പിച്ചു. വിദർഭയിലെത്തിയ ഹംസം തോഴിമാരുമായി ഉദ്യാനത്തിൽ കളിച്ചു നടന്ന ദമയന്തിയെ തോഴിമാരിൽ നിന്നും വളരെ ദൂരേക്ക് അകറ്റി നളന്റെ ഗുണഗണങ്ങൾ വിശദമായി അറിയിച്ചു. നളനെ നേരത്തെ തന്നെ മനസ്സിൽ പ്രതിഷ്ഠിച്ച ദമയന്തി നളനെയല്ലാതെ മറ്റൊരാളെയും താൻ വിവാഹം കഴിക്കില്ല എന്ന് ഹംസത്തിന് വാക്കുകൊടുത്തു. തിരികെ നിഷധ രാജ്യത്തെത്തിയ ഹംസം നളനെ വിവരങ്ങൾ ധരിപ്പിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. ഭീമരാജാവ് ദമയന്തിയുടെ സ്വയംവരം പ്രഖ്യാപിച്ചു. ദമയന്തിയുടെ സ്വഭാവ ഗുണത്തെയും രൂപസൗകുമാര്യത്തെയും ഒക്കെ കുറിച്ച് കേട്ടറിഞ്ഞ ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ എന്നീ ദേവന്മാരും ഭൈമീകാമുകന്മാരായി. ദമയന്തിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി അവർ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ ഭൈമീപരണയത്തിനായി പോവുകയായിരുന്ന നളനെ കാണാനിടയായി. ദേവന്മാർ നളന്റെ മുന്നിൽ പ്രത്യക്ഷരായി തങ്ങൾക്ക് വേണ്ടി ദമയന്തിയെ ചെന്നു കാണണമെന്നും തങ്ങളിൽ ഒരാളെ വിവാഹം കഴിക്കണമെന്ന് പറയണമെന്നും ആവശ്യപ്പെട്ടു. കൂടാതെ നളന് തിരസ്കരണി എന്ന മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ഈ മന്ത്രത്തിന്റെ സഹായത്താൽ മറിഞ്ഞ് നളൻ ദമയന്തിയുടെ അന്തഃപുരത്തിൽ കടന്നു. ദമയന്തിയെ കണ്ട് ദേവന്മാരുടെ ആവശ്യം അറിയിച്ചു. നളനെ അല്ലാതെ മറ്റാരെയും താൻ വിവാഹം കഴിക്കില്ലെന്ന് ദമയന്തി തീർത്തു പറഞ്ഞു. ഈ വിവരം നളൻ ദേവന്മാരെ അറിയിച്ചു. സ്വയംവര മണ്ഡപത്തിൽ വരണമാല്യയുമായി എത്തിയ ദമയന്തി അവിടെ 5 നളന്മാരെ കണ്ട് അതിശയിച്ചു. അത് ദേവന്മാരുടെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി ദേവന്മാരെ തന്നെ വിളിച്ച് അപേക്ഷിച്ചു. താൻ നളനെയല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. മനസ്സലിഞ്ഞ ദേവന്മാർ യഥാർത്ഥ നളനെ അവൾക്കു കാട്ടിക്കൊടുത്തു. ശേഷം നള ദമയന്തിമാരുടെ വിവാഹത്തിൽ പങ്കെടുത്ത് അവർക്ക് അനേകം വരങ്ങളും നൽകി ദേവന്മാർ ദേവലോകത്തിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ ദേവന്മാർ ദമയന്തിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കാനായി യാത്ര തിരിച്ച കലിദ്വാപരന്മാരെ കാണുന്നു. ദമയന്തിയുടെ സ്വയംവരം കഴിഞ്ഞെന്നും സദ്ഗുണസമ്പന്നനായ നളനെ വിവാഹം കഴിച്ചുവെന്നും ദേവന്മാർ കലിയോട് പറഞ്ഞു. സ്വർഗലോക സുന്ദരിയായ ദമയന്തി ദേവന്മാരെ പോലും കൂട്ടാക്കാതെ ഭൂമിയിലെ ഒരു മനുഷ്യപ്പുഴുവിനെ വിവാഹം കഴിച്ചതറിഞ്ഞ് കലിക്ക് കോപം വന്നു. അവനെയും അവളെയും പിണക്കി അകറ്റുമെന്ന് ശപഥം ചെയ്ത് ഭൂമിയിലേക്ക് തിരിച്ചു. നളദമയന്തിമാർ വിവാഹശേഷം നിഷധയിലെത്തി സുഖമായി കഴിഞ്ഞു. ഇന്ദ്രസേനൻ, ഇന്ദ്രസേന എന്നീ 2 കുട്ടികളും അവർക്കുണ്ടായി. ഭൂമിയിലെത്തിയ കലിക്ക് 12 വർഷം കാത്തിരുന്നതിനു ശേഷമാണ് നളന്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധിച്ചത്. ഒരിക്കൽ പാദക്ഷാളനം ചെയ്യാതെ സന്ധ്യാവന്ദനം നടത്തിയ സമയത്താണ് കലി നളന്റെ ശരീരത്തിൽ പ്രവേശിച്ചത്. കലിയുടെ പ്രേരണയ്ക്ക് വശംവദനായ നളന്റെ സഹോദരൻ പുഷ്കരൻ നളനെ ചൂതിന് വിളിച്ചു. കലിബാധിതനായ നളൻ തന്റെ സർവസ്വവും ചൂതിൽ പണയം വെച്ച് ചൂത് കളിച്ചു. ചൂതുകളിയിൽ സർവവും നഷ്ടപ്പെട്ട നളന്റെ അവസ്ഥ കണ്ട ദമയന്തി മക്കളെ വിദർഭയിലേക്ക് അയച്ച് നളനോടൊപ്പം കാട്ടിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ കലി അക്ഷങ്ങളെ പക്ഷികളാക്കി അയച്ച് നളന്റെ ഉടുവസ്ത്രവും തട്ടിയെടുത്തു. പിന്നീട് കാട്ടിൽ തളർന്നു മയങ്ങിയ ദമയന്തിയുടെ വസ്ത്രം മുറിച്ചെടുത്ത് ആ കൊടുങ്കാട്ടിൽ അവളെ ഉപേക്ഷിച്ച് നളൻ യാത്ര തിരിച്ചു. ഉറക്കമുണർന്ന ദമയന്തി നളനെ കാണാതെ വല്ലാതെ ഭയപ്പെട്ടു. കാട്ടിലെങ്ങും നളനെ തേടി നടന്ന ദമയന്തിയുടെ കാലിൽ ഒരു പെരുമ്പാമ്പ് ചുറ്റി. അവളുടെ നിലവിളി കേട്ടെത്തിയ ഒരു കാട്ടാളൻ അവളെ പെരുമ്പാമ്പിൽ നിന്നും രക്ഷപ്പെടുത്തി. കാട്ടാളൻ അവളെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ പാതിവൃത്യ ശക്തി കൊണ്ട് കാട്ടാളനെ ശപിച്ച് ഭസ്മമാക്കി. അവിടെ നിന്നും രക്ഷപ്പെട്ട അവൾ ചേതി രാജ്യത്തെത്തി സൈരന്ധ്രിയായി കഴിഞ്ഞുകൂടി. നള ദമയന്തിമാരെ അന്വേഷിച്ച് ഭീമരാജാവ് അയച്ച ചാരൻ ദമയന്തിയെ തിരിച്ചറിഞ്ഞു. തന്റെ സഹോദരിയുടെ മകളായ ഭൈമിയാണിതെന്നറിഞ്ഞ ചേതി രാജ്ഞി അവളെ വിദർഭയിലേക്ക് മടക്കി അയച്ചു.
വിദർഭയിലെത്തിയ ദമയന്തി നളനെ കണ്ടെത്താനായി ചാരന്മാരെ നാനാദിക്കിലേക്കും അയച്ചു. ഈ സമയം കാട്ടിലൂടെ അലഞ്ഞു നടന്ന നളൻ അഗ്നിയിൽ നിന്നും കാർക്കോടകൻ എന്ന സർപ്പത്തെ രക്ഷിച്ചു. കാർക്കോടകൻ നളനെ ആഞ്ഞുകൊത്തി. വികൃതരൂപിയായി മാറിയ നളന് ആവശ്യമുള്ളപ്പോൾ സ്വന്തം രൂപം സ്വീകരിക്കാനായി ഈ വസ്ത്രം ധരിക്കൂ എന്ന് പറഞ്ഞ് ഒരു വസ്ത്രവും നൽകി. കാർക്കോടകന്റെ കടിയേറ്റപ്പോൾ നളനെ ബാധിച്ചിരുന്ന കലിയുടെ ശക്തി കുറഞ്ഞുപോയി. ബാഹുകൻ എന്ന പേര് സ്വീകരിച്ച് അയോധ്യയിലെത്തി ഋതുപർണനിൽ നിന്നും അക്ഷഹൃദയ മന്ത്രം സ്വീകരിക്കണമെന്നും കാർക്കോടകൻ പറഞ്ഞു. നളൻ അയോധ്യയിലെത്തി ഋതുപർണന്റെ തേരാളിയായി അവിടെ കഴിഞ്ഞു. ദമയന്തി നളനെ അന്വേഷിക്കാനായി അയച്ച ചാരന്മാരിൽ ഒരാൾ ഋതുപർണന്റെ കൊട്ടാരത്തിലെത്തി. ദമയന്തി പറഞ്ഞുകൊടുത്ത ചോദ്യങ്ങൾക്ക് കൊട്ടാരത്തിലെ തേരാളി മറുപടി പറഞ്ഞു. ഇതറിഞ്ഞ ദമയന്തി തന്റെ രണ്ടാം സ്വയംവരം നിശ്ചയിച്ചു എന്ന് പറഞ്ഞ് ഋതുപർണന്റെ കൊട്ടാരത്തിലേക്ക് ആളയച്ചു. നാളെയാണ് സ്വയംവരം. തനിക്ക് അശ്വഹൃദയ മന്ത്രം അറിയാമെന്നും വായുവേഗത്തിൽ രഥം ഓടിച്ച് വിദർഭയിൽ എത്തിക്കാമെന്നും ബാഹുകൻ പറഞ്ഞു. ഇതിൻ പ്രകാരം തേരോടിച്ച ബാഹുകനിൽ നിന്ന് അശ്വഹൃദയ മന്ത്രം ഋതുപർണനും ഋതുപർണനിൽ നിന്ന് അക്ഷഹൃദയ മന്ത്രം നളനും ഹൃദിസ്ഥമാക്കി. അങ്ങനെ കലി നളനിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോയി. വിദർഭയിലെത്തിയ ഋതുപർണന്റെ തേരിൽ നളനെ കണ്ടില്ല. എങ്കിലും രാജാവിനോടൊപ്പമുള്ള തേരാളിയെ പരീക്ഷിക്കാനായി തോഴി കേശിനിയെ ദമയന്തി അയക്കുന്നു. ബാഹുകനാണ് യഥാർത്ഥ നളനെന്ന് ദമയന്തി തിരിച്ചറിയുന്നു. കാർക്കോടകൻ നൽകിയ വസ്ത്രം ധരിച്ച് നളൻ സ്വന്തം രൂപം സ്വീകരിക്കുന്നു. രണ്ടാം വിവാഹം തീരുമാനിച്ചതിൽ ദമയന്തിയെ കുറ്റപ്പെടുത്തിയെങ്കിലും സത്യം ബോധ്യമായപ്പോൾ നളൻ ദിശതയിലെത്തി പുഷ്കരനെ ചൂതിൽ തോൽപ്പിച്ച് രാജ്യം തിരിച്ചുപിടിച്ചു. ശേഷം ദമയന്തിയും മക്കളും നളനോടൊപ്പം സന്തോഷമായി ജീവിച്ചു. ഇതാണ് നളചരിതം കഥ.